തുടങ്ങി ഇങ്ങോട്ടേക്ക് നമ്മുടെ ആളുകളോട് റിലേഷൻഷിപ്പിൽ തന്നെ പലതരം ഷിപ്പുകളാണ്. അപ്പോൾ ഓരോന്നും പല രീതിയിലുള്ളതാണ്, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെ ആവാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ചെന്ന് പെടുന്നത് ഒന്നോർത്തിട്ടുണ്ടെങ്കിൽ ഈ നഗരങ്ങളിൽ വന്ന് രാപ്പാർക്കുന്നവരാണ്. അവർ പല ജോലി സംബന്ധമായിട്ട് അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നഗരങ്ങളിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും നാടും വീടും ഒക്കെ വിട്ട് നിൽക്കുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം വരും. ഈ ഞെരുക്കം വരുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ഒറ്റപ്പെടൽ വരും. സാമ്പത്തിക ഞെരുക്കത്തിനോടൊപ്പം ഒറ്റപ്പെടലും കൂടി വരും. നാഗരിക ജീവിതം തന്നെ ഒറ്റപ്പെടലാണ്. അതെ, ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഇപ്പം നമ്മുടെ നഗരങ്ങളിൽ ട്രെൻഡായിരിക്കുന്ന പുതിയൊരു കാര്യമുണ്ട് എന്നുള്ളതാണ് വരുന്നത്. ഹോബോ സെക്ഷുവാലിറ്റി. ഈ ഹോമോ സെക്ഷുവാലിറ്റി ആയിട്ട് അതിന് തെറ്റിദ്ധരിക്കരുത്. അതായത് സ്വർഗരീതിയാണ്. അത് സ്വന്തം ജെൻഡറിലുള്ള ഒരാളോട് പ്രണയം തോന്നുന്ന അല്ലെങ്കിൽ ലൈംഗിക വികാരം തോന്നുന്നതാണ് ഹോമോ സെക്ഷുവാലിറ്റി. ഇത് ഹോബോ സെക്ഷുവാലിറ്റി. HOBO. ഹോബോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഈ ജോലിയോ സ്ഥലമോ താമസ സ്ഥലമോ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ എന്നുള്ളൊരർത്ഥമാണ് ഹോബോ. അതെങ്ങനെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് പറയാം. അതായത് ഇതൊരു പുതിയ, ഇപ്പോൾ പാശ്ചാത്യ ലോകത്തു നിന്നാണ് ഇതെല്ലാം വരുന്നത്. അവർ ഈ നാഗരികതയുടെ പീക്കിലെത്തിയിരിക്കുകയാണ് അവരവിടെ. ഇതെല്ലാം പാശ്ചാത്യ ലോകത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നാഗരികതയുടെ പീക്കിലെത്തിയിരിക്കുകയാണ് ആ പാശ്ചാത്യ ലോകം. അപ്പോൾ അവിടെ ഈ പറയുന്ന സാമ്പത്തിക ഭാരം, ഒരു വ്യക്തി നേരിടുന്ന സാമ്പത്തിക ഭാരം ആയിക്കോട്ടെ, ഈ പറയുന്ന ഒറ്റപ്പെടലായിക്കോട്ടെ, അതും അതിൻ്റെ പീക്കിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടായി വരുന്നുണ്ട്. ഈ ഒറ്റപ്പെടലിനെ മറികടക്കാനും മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനൊക്കെ വേണ്ടി പല പല കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഇവിടെ അനുകരിക്കുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അതിലാണ് ഏറ്റവും പുതുതായി വന്നതാണ് ഈ ഹോമോ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഇതൊരു ഇന്ത്യൻ നഗരങ്ങളിലാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇതിൻ്റെ വിചിത്രമായിട്ടുള്ള പേര് ആദ്യം കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്, ഒരു പ്രതിസന്ധിയാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഹോമോ സെക്ഷുവാലിറ്റി എന്നത് ഒരു യഥാർത്ഥ വൈകാരിക ബന്ധത്തിന് പകരം താമസ സൗകര്യമോ സാമ്പത്തിക സുരക്ഷിതത്വമോ ലക്ഷ്യപ്പെട്ട് രൂപപ്പെടുന്ന പ്രണയബന്ധങ്ങളാണ്. സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം തേടിയുള്ള, അതായത് ഞാൻ നിങ്ങൾക്ക് പ്രണയം നൽകാം, എനിക്ക് പകരം താമസ സൗകര്യവും വേണം, സാമ്പത്തിക സുരക്ഷിതത്വവും വേണം. നല്ലൊരു ടേംസ് ആണ്. ഇത് വിവാഹങ്ങളിലും നടക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല എന്നുള്ളത് മാത്രമാണ്. ഇത് പക്ഷേ കുറച്ചുകൂടെ ഇവർ ക്ലിയർ ആയിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുകയാണ്. ഇതാണ് ഒരു എഗ്രിമെന്റിൽ ഒപ്പിടുന്ന പോലെ, എനിക്കിത് തരണം, ഇത് അതിനടുത്തോളം കാലം ഞാനിത് തരും എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത് ഇതും സ്റ്റോപ്പ് ആവും. അതായത് ഈ രണ്ട് കൂട്ടർക്ക് രണ്ട് രീതിയിൽ വേറെ ഒരാൾ കാര്യത്തിൽ കൂടുതൽ, ഇപ്പൊ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ പ്രണയം കൊടുക്കുന്ന ആൾക്ക് അത് കൂടുതൽ കിട്ടുന്നവർക്ക് ആ വഴിയും പോകാം. കാര്യം ചോദിക്കട്ടെ, മാതാപിതാക്കളിൽ നിന്നല്ലാതെയുള്ള എല്ലാ ബന്ധങ്ങളും ഗിവ് ആൻഡ് ടേക്ക് തന്നെയല്ലേ? അതല്ലേ എല്ലായിടത്തും ഗിവ് ആൻഡ് ടേക്ക് തന്നെയല്ലേ? നമ്മൾ ഇതിനെ ഇപ്പൊ മറ്റൊരു കണ്ണിലൂടെ കാണുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്താണ്? ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് അതിൽ. ആ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാതാവുമ്പോഴാണ് അങ്ങനെ താളപ്പിഴകൾ വരുന്നത് അല്ലേ? കൃത്യമായ ഗിവ് ആൻഡ് ടേക്ക്, ഒരാൾ മാത്രം ഗിവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പുറത്ത് തിരിച്ചിങ്ങോട്ടില്ല എന്നൊരു സാഹചര്യം വരുമ്പോഴല്ലേ അത് താളപ്പിഴ ഉണ്ടാകുന്നത്. അപ്പം സ്വാഭാവികമായി ഇപ്പോഴത്തെ പാരന്റിങ്ങിൽ പോലും അത് വരുന്നുണ്ടല്ലോ. പാരന്റിങ്ങിൽ പോലും വരുന്നുണ്ട്. എന്നാലും ഒരു പ്രതീക്ഷിക്കാതെ നമ്മൾ എപ്പോഴും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മക്കളായിരിക്കണം. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലാതെയുള്ള എല്ലാ ബന്ധങ്ങളും ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അത് ഭാര്യ ഭർത്തൃ ബന്ധം ആയിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, എന്ത് തരത്തിലുള്ളതാണെങ്കിൽ. അപ്പോൾ ഇവിടെ അവരത് വ്യക്തമായി ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട് ക്ലിയർ ആയിട്ട് ചെയ്യുന്നു. അവിടെ പറയാതെ മറ്റിടത്ത് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഇന്ത്യൻ മെട്രോ നഗരങ്ങളിലെ ഭീമമായിട്ടുള്ള വീട് വാടകയും ജീവിത ചെലവും ഒക്കെയാണ് പലരും തങ്ങളുടെ ഇതൊക്കെ കാരണമാണ് പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പ്രണയത്തെ ഒരു ഉപകരണമായിട്ട് അത് ചിന്തിക്കും. പ്രണയത്തെ എന്തുകൊണ്ട് പ്രണയം വിറ്റ് എനിക്കിത് നേടിക്കൂടാ, എന്തുകൊണ്ടാണ്? ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു സ്ത്രീക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവിലേജ് ആണെന്നുള്ള കാര്യം. കാരണം ഇപ്പം ഒന്ന് ആലോചിച്ചു, ഞാനൊരു പുരുഷനാണ്, എനിക്ക് ജോലിയില്ല, സ്ഥലമില്ല, താമസിക്കാൻ സ്ഥലമില്ല, ജോലിയില്ല. ഞാനൊരു പെണ്ണിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് ഞാൻ പ്രണയം തരാം, നിങ്ങൾ എനിക്ക് ഞാൻ പ്രണയം തരാം, പക്ഷെ എനിക്ക് എന്ത് വേണം? താമസിക്കാൻ സ്ഥലവും വേണം, മറ്റേ ഇതും വേണമെന്ന് പറയും. അപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ ഫിലോമിന ആട്ടുന്ന ഒരു ആട്ടുണ്ട്, അറിയാമോ? നടി ഫിലോമിന. അതുപോലെ ഒരു ആട്ടായിരിക്കും കിട്ടുന്നത്. പക്ഷെ ഇതൊരു പെൺകുട്ടിക്ക് പറയാം. കാരണം എപ്പോഴും വിവാഹ മാർക്കറ്റിലാണെങ്കിലും ഡേറ്റിംഗ് മാർക്കറ്റിലാണെങ്കിലും ഡിമാൻഡ് സ്ത്രീകൾക്കാണ് അല്ലേ?
ഒരു സ്ത്രീ ഒരു ഒരു അഭിസാരികയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആണോ ഡിമാൻഡ്, ഒരു പുരുഷൻ അഭിസാരികയായിട്ട് ഇറങ്ങുമ്പോഴാണ്, അഭിസാരകനായിട്ട് ഇറങ്ങുമ്പോഴാണോ ഡിമാൻഡ്? അഭിസാരകന്മാരും ഒരുപാടുണ്ട്. ഉണ്ട്. ഡിമാൻഡ് ആർക്കാണ്? ഡിമാൻഡ് ഉണ്ട്. അതില് ഒരു നടൻ നമ്മുടെ ഏതാണ് ഡ്രാക്കുള എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ പോലെയുള്ളവരാണോ 90% ഇന്ത്യയിലെ പുരുഷന്മാരും? 90% എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ അത്തരത്തിലുള്ള ആളുകളും ഉണ്ട്. ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ഡിമാൻഡ് വളരെ കുറവാണ് ചേച്ചി. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അത് അല്ല, ഞാനത് അനുഭവസ്ഥൻ എന്നുള്ള രീതിയിൽ പറയുന്നതല്ല, അത് നമ്മൾ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. ഒരു സ്ത്രീ തുണി അഴിച്ച് കാണിക്കാൻ നിന്നാൽ ഉണ്ടാവുന്ന കൂട്ടമാണോ ഞാൻ ചോദിക്കുന്നതാണ്. ഒരു പുരുഷൻ തുണി അഴിച്ച് കാണിക്കാൻ നിന്നാൽ കല്യാണം കൂടെ കിട്ടും ഇല്ലേ? ഇല്ലേ? അത് സത്യമല്ലേ? അതേസമയം സ്ത്രീ തുണി കാണിച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റും ആൾക്കൂട്ടം ഉണ്ടാവും. അത് കല്ലെറിയാൻ വരുന്ന കൂട്ടമല്ല, അത് കണ്ടാസ്വദിക്കാൻ വരുന്ന കൂട്ടമാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ ഒരു പ്രിവിലേജ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ത്രീകൾക്കാണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ എനിക്ക് താമസ സ്ഥലവും എൻ്റെ സാമ്പത്തിക കാര്യങ്ങളും നോക്കിക്കോളൂ, ഞാൻ നിങ്ങളുടെ കാമുകിയാവാം, കുറച്ചുകൂടെ പൈസ എന്നാൽ ഭാര്യയാവാം എന്ന് ഉള്ള ഒരു അല്ല. അപ്പോഴും ഈ പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ട് സ്ത്രീകൾ എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റുക. എങ്ങനെയാണ് സ്ത്രീകൾ എന്ന് പറയാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ, നിങ്ങളിപ്പോൾ മാധ്യമപ്രവർത്തകരായിട്ട് ജോലി ചെയ്യണം, ഒരാൾ വന്നിട്ട്, ഒരു പുരുഷൻ വന്നിട്ട് ചോദിക്കുകയാണ്, പ്രണയം, എന്നെ പ്രണയിക്കൂ, അതിന് പകരം ഞാൻ നിങ്ങളെ പ്രണയിക്കാം, പകരം തിരിച്ച് പ്രണയമല്ല ചോദിക്കുന്നത്, എന്താണ് താമസ സ്ഥലവും ഇതുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുരുഷനോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പകുതിയിൽ കൂടുതൽ പുരുഷന്മാർ നോ പറയില്ല. അതൊരു സത്യമാണ്. പക്ഷെ സ്ത്രീകളോട് അങ്ങനെ ചോദിച്ചാൽ പകുതിയിൽ കൂടുതൽ 99% സ്ത്രീകളും നോയെ പറയുള്ളൂ. അതായത് പുരുഷന്മാർ ആയിരിക്കണം എല്ലാം ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിന്റെ. അതുകൊണ്ട് മാത്രമല്ല, ഒരു പുരുഷൻ ഡെസ്പറേറ്റ് ഫോർ ലവ് എന്ന് പറയും. പുരുഷന്മാർ അങ്ങനെ ഒരുപാട് പേരുണ്ട്. മനസ്സിലായോ? വിവാഹം കഴിക്കാൻ കിട്ടാത്ത അല്ലെങ്കിൽ ഇണയെ കിട്ടാത്ത, അല്ല അതിൽ ഒരു ഞാൻ പറഞ്ഞ മാർക്കറ്റ്, അതാണ് നേരത്തെ പറഞ്ഞ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു, ഡേറ്റിംഗ് മാർക്കറ്റ്. അത് നമ്മൾ തർക്കിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഡിമാൻഡ് ആർക്കാണ്? ഇണകളിൽ ആർക്കാണ് ഡിമാൻഡ്? അത് എല്ലാ ജീവിവർഗ്ഗങ്ങളിലും ഇണയ്ക്ക് വേണ്ടി അടികൂടുന്ന പുരുഷന്മാരാണ്. സ്ത്രീയാണ് ഏറ്റവും മാർക്കറ്റുള്ളത്. അതിൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2025 റിപ്പോർട്ട് പ്രകാരം മുംബൈയിലെ ഒരു ശരാശരി വ്യക്തിയുടെ മാസ വരുമാനത്തിൻ്റെ 48% വരെ വാടകയ്ക്കായിട്ട് ചെലവഴിക്കുമ്പോൾ അത് ഡൽഹി NCR 40%, ബാംഗ്ലൂരിൽ 35 മുതൽ 40%. എന്താണ്? വാടകയ്ക്ക് മാത്രമാണ്. ഇത്തരം സാമ്പത്തിക സമ്മർദ്ദവും നഗരജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുമായിട്ട് ചേരുമ്പോഴാണ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഐഡിയകൾ ഉണ്ടാകുന്നത്. അതായത് ഒരു വീട് ഷെയർ ചെയ്യാം ഒരാളെയും കൂടെ വിളിക്കുമ്പോൾ, അങ്ങനെയും വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഷെയർ ചെയ്യാം, റെൻറ്റും ഷെയർ ചെയ്യാം, അതിൻ്റെ കൂടെ പ്രണയവും. മനസ്സിലായോ? പക്ഷെ അവിടെ ഒരു കൃത്യമായ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് 1-2 മാസം വാടക കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ ഈക്വലി അവർ ചിലവുകൾ നോക്കി പോകുന്ന ഭാര്യയും ഭർത്താവാണ്. ഇവിടെ അങ്ങനെയല്ല. 1-2 മാസം അത് കൊടുക്കാതെ പറ്റാതെ നിന്ന് അവിടെ ആ ബന്ധത്തിന് എന്തുണ്ടാവും? ശിഥിലമായി പോകും. ഒരു സാധാരണ 2 BHK അപ്പാർട്ട്മെൻറ്റ് വാടക മുംബൈയിൽ 50,000 മുതൽ 1 ലക്ഷമാണ്. അതേസമയം ഡൽഹിയിൽ 30,000 മുതൽ 70,000, ബാംഗ്ലൂരിൽ 27,000 മുതൽ 60,000. അപ്പോൾ ഇത്രയും ചിലവുകളാണ്. ഈ സാഹചര്യത്തിൽ മില്ലേനിയൽസിൻ്റെയും ജെൻസിയുടെയും പകുതിയിലധികം ആളുകൾ ആണ് ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്നത്. അപ്പം അവരെല്ലാം ജീവിക്കുന്ന ഈ പേ ചെക്ക് ടു പേ ചെക്ക് ജീവിതം എന്ന് പറയും. അതായത് ഒരു പേ ചെക്ക് കിട്ടുക, ശമ്പളം കിട്ടുക, നേരെ അത് ചിലവിന് കൊടുക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതിനു വേണ്ടി ജീവിക്കും. ഇങ്ങനെ പോകുമ്പോൾ ഇവർക്ക് ഒരു എന്താ പറയുക, ഇവർ ജീവിക്കാൻ മറന്നു പോകുന്നു. അപ്പോൾ അവിടെയാണ് ഇങ്ങനൊരു ആശയം ഉണ്ടാകുന്നത്. ഈ സാമ്പത്തിക ഭാരം നഗരങ്ങളിലെ തിരക്കേറിയ ജീവിതശൈലി മൂലം വർദ്ധിക്കുന്ന ഒറ്റപ്പെടലുമായി, തിരക്കേറിയ ജീവിതശൈലി കാരണം ഉണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലുമായിട്ട് സംയോജിക്കുമ്പോഴാണ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഐഡിയാസ് കിട്ടുന്നത്, ഇങ്ങനൊരു കൂട്ടമുണ്ടായി വരുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടിന് വേണ്ടിയുള്ളൊരു ആഗ്രഹം വരുന്നത് അവിടെ നിന്നാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി തൻ്റെ പങ്കാളിയുടെ വീട്ടിൽ താമസിച്ച് വാടക ലാഭിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ബന്ധത്തിൻ്റെ വൈകാരിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നു. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല നടക്കുന്നത്, ഇത് നടന്നിട്ടുള്ള ഈ ലോകത്തിൽ വേറെ സ്ഥലങ്ങളുണ്ട്. ഇത് ആദ്യമായിട്ട് നടന്നത് ലേറ്റ് 1910 early 20th century, അതായത് 19ാം നൂറ്റാണ്ടിലും ഏർലി 20ാം നൂറ്റാണ്ടിലും നടന്നിട്ടുണ്ട്. ബോസ്റ്റൺ മാരേജ് എന്ന് പറയും. ലണ്ടനിൽ 1870 മുതൽ 1920 വരെ ബ്രിട്ടനിൽ അവിടെ നടന്നിട്ടുണ്ട്. അതായത് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, അന്ന് അവർ ഈ നവോത്ഥാനമൊക്കെ വഴി അവരെ ഫെമിനിസ്റ്റുകളായിട്ട് ഉയർന്നു വന്ന സ്ത്രീകൾ, അവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് സ്ത്രീകളായിരിക്കും. അവർ റിഫോമേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അവർ എഴുത്തുകാരായിരിക്കും, അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളായിരിക്കും. അവർ എന്ത് ചെയ്യും? 2 സ്ത്രീകൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കും. ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ്. അവർ കമ്മിറ്റഡ് ആയ എന്താ പറയുക, കമിതാക്കളെ പോലെ തന്നെ ജീവിക്കും. പക്ഷേ അവർ ഇമോഷണൽ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് എല്ലാം ഉണ്ട്. പക്ഷേ അവർ തമ്മിൽ ലൈംഗിക ബന്ധമില്ല. ഇതിൻ്റെ കാരണം എന്തെന്ന് പറയുന്നത്,
ഭർത്താവ് വേണ്ട, പുരുഷന്മാരുടെ അടുത്തുള്ളത് പുരുഷനെ ഇണയായി ആശ്രയിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു ധാരണ. പിന്നെ ഈ പറയുന്ന സ്ത്രീകൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ ആവശ്യം എന്താണ് എന്നുള്ള രീതിയിലുള്ള, പിന്നെ ഈ പുരുഷൻ ഇമോഷണലി മോറലി സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ നന്നായി ഒരു സ്ത്രീക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇവരുടെ തിരിച്ചറിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഇതിൽ സാറ ഓൺ ജ്വറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ്, അവരിങ്ങനെ ജീവിച്ചത്. പിന്നെ ജെയിൻ ആദംസ് എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, നോബൽ പീസ് പ്രൈസ്, സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് വാങ്ങിച്ച സ്ത്രീയാണ്. അവരും ഇത്തരത്തിലൊരു മേരി റോസറ്റ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട്. അപ്പോൾ ഇങ്ങനെ ചൈനയിലുണ്ടായിരുന്നു ഗോൾഡ് ഓർക്കിഡ് എന്നായിരുന്നു ആ ഒരു ഇതിൻ്റെ പേര്, സിസ്റ്റർഹുഡിൻ്റെ പേര്. പിന്നെ ആഫ്രിക്കൻ സൊസൈറ്റികളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം അതുപോലെ ഇതൊരു സാമ്പത്തിക ഒരു സോഷ്യോളജിക്കൽ ഒരു സ്ട്രക്ചറാണ് ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായി വരാനുള്ള കാരണം. സാമൂഹിക സമ്പദ് വ്യവസ്ഥയാണ് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി വരാൻ കാരണം. ഇത് നമ്മൾ ഫ്യൂച്ചറായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം പിന്നീട് അടുത്ത ഇതിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ള ചോദ്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഓഫർ ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം വരും. നിങ്ങൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം. ഇപ്പം ഈ പറയുന്ന ഞാൻ പ്രണയം തരാം, എനിക്കിതൊക്കെ തരുമെന്ന് പറയുന്നത് ഒരു ദൗർലഭ്യം ഉള്ളത് കൊണ്ടാണ്. ഇണകളുടെ ദൗർലഭ്യം അതില്ലാതാകുമ്പോൾ അത് അവസാനിക്കും.